നിവിൻ പോളി ചിത്രമായ മലയാളി ഫ്രം ഇന്ത്യയുടെ അഡ്വാൻസ് ബുക്കിങ്ങിനെ കുറിച്ചും അതോടൊപ്പം തന്നെ പവി കെയർ ടേക്കർ, ദിലീപ് ചിത്രം, ആവേശം എന്ന് പറയുന്ന ഫഹദ് ഫാസിൽ ചിത്രം എന്നീ സിനിമകളുടെ അപ്ഡേറ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതിലേക്ക് വരാൻ അതിൻ്റെ മുന്നേ മൂവി പ്ലസ് വീഡിയോ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജനഗണമന എന്ന ചിത്രത്തിന് ശേഷം ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്യുന്ന സിനിമയാണല്ലോ മലയാളി ഫ്രം ഇന്ത്യ. നിവിൻ പോളിയുടെ ഈ ഒരു അടുത്ത കാലത്ത് വരുന്നതിൽ വെച്ച് മികച്ച ഹൈപ്പുള്ള സിനിമ തന്നെയാണ് മലയാളി ഫ്രം ഇന്ത്യ. ഇപ്പോൾ ബുക്ക് മൈ ഷോ ആപ്പിൽ നോക്കുന്ന സമയത്ത് ഓരോ മണിക്കൂറിലും 3000-ന് മുകളിൽ ടിക്കറ്റ്സുകളാണ് സോൾഡ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുന്നത്. ഈവനിങ് ആയ സമയത്ത് നല്ല രീതിയിലുള്ള ഒരു ബുക്കിംഗ് കാര്യങ്ങളൊക്കെയാണ് ചിത്രത്തിൻ്റെതായിട്ട് ഇപ്പോൾ നടന്നു പോകുന്നത്. ഈ ഒരു ബുക്കിംഗ് കാര്യങ്ങളെല്ലാം കാണുന്ന സമയത്ത് ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്നും 2 കോടിക്ക് മുകളിൽ കളക്ഷൻ ഉറപ്പിച്ചിരിക്കുകയാണ് മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന ചിത്രം. 20ാമത്തെ ദിവസവും ബോക്സ് ഓഫീസിൽ മികച്ച രീതിയിലാണ് ആവേശം എന്ന് പറയുന്ന ഫഹദ് ഫാസിൽ മൂവി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നും ഈ ഒരു ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും 1.5 കോടിക്ക് മുകളിലുള്ള ഒരു കളക്ഷൻ ഉറപ്പിച്ചിരിക്കുകയാണ്. 20 ദിവസത്തെ കേരള കളക്ഷൻ മാത്രം 62.5 കോടിയിലും വേൾഡ് വൈഡ് കളക്ഷൻ 130 കോടിക്ക് മുകളിലും എത്തിയിട്ടുണ്ട്. ഈ ആഴ്ച മികച്ച ഹൈപ്പുള്ള 2 സിനിമകളാണല്ലോ തിയേറ്ററിൽ എത്തുന്നത്. മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന നിവിൻ പോളി മൂവിയും ടൊവിനോ തോമസിന്റെ നടികർ തിലകം എന്ന് പറയുന്ന സിനിമയും. ഈ 2 സിനിമക്കും വെല്ലുവിളി തന്നെയാണ് ആവേശം എന്ന് പറയുന്ന സിനിമ. കാരണം മികച്ച രീതിയിൽ തന്നെയാണ് ഈ ഒരു ചിത്രം ഇപ്പോഴും ബോക്സ് ഓഫീസിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു സിനിമകളുടെ കൂടെ തിയേറ്റർ ഭരിക്കാൻ അടുത്ത ആഴ്ചയിലും ആവേശം എന്ന് പറയുന്ന സിനിമ ഉണ്ടായിരിക്കും. 5ാം ദിവസം ചൊവ്വാഴ്ചയിലൂടെയാണല്ലോ ദിലീപ് മൂവിയായ പവി കെയർ ടേക്കർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഈ ഒരു ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം 50 ലക്ഷത്തോളം രൂപയാണ് നേടിയിരിക്കുന്നത്. അങ്ങനെ ചിത്രത്തിന്റെ കേരള കളക്ഷൻ 4.5 കോടിയും വേൾഡ് വൈഡ് കളക്ഷൻ 6.5 കോടിക്ക് മുകളിൽ എത്തി നിൽക്കുകയാണ്. ഈ ഒരു കളക്ഷൻ നിലനിർത്തി 10-20 ദിവസം തിയേറ്ററിൽ തുടർന്നാൽ മാത്രമേ പവി കെയർ ടേക്കർ എന്ന് പറയുന്ന ദിലീപ് ചിത്രത്തിന് ഹിറ്റ് സ്റ്റാറ്റസിൽ ഇടം പിടിക്കാൻ സാധിക്കുകയുള്ളൂ. പുതിയ റിലീസുകൾ വരികയാണ്. ആ ഒരു സിനിമകളോട് കൂടെ പവി കെയർ ടേക്കർ എന്ന ചിത്രത്തിന് എത്രത്തോളം പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നുള്ളതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ മാത്രമേ പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടിയിട്ടും ജനപ്രിയ നായകന്റെ ഒരു ചിത്രത്തിന് കിട്ടുന്ന രീതിയിലുള്ള കളക്ഷൻ ഒന്നും നേടാൻ പവി കെയർ ടേക്കർ എന്ന് പറയുന്ന ദിലീപ് ചിത്രത്തിന് സാധിക്കുന്നില്ല. വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മൂവി പ്ലസ് മീഡിയ, ഞാൻ ജിനു ജിനാസ്. പുതുസായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.